നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരെ കടുത്ത അധിക്ഷേപം പരാമർശവുമായി ലീഗ് നേതാവ്. കേരളം വിടും വരെ കേരളം എന്താണെന്ന് നമ്മിൽ പലരും തിരിച്ചറിയുന്നില്ല. ബീഹാറിൽ ഞെട്ടിക്കുന്ന അവസ്ഥ വിവരിച്ച് ഡോക്ടർ ഷിംന അസീസ്. പൂർണ്ണ മനസ്സോടെയല്ല തീരുമാനം അംഗീകരിച്ചത് തഴഞ്ഞതിൽ തുറന്നടിച്ച് കെ സുധാകരൻ. UDFന്റെ ജീർണ രാഷ്ട്രീയം തുറന്നു കാട്ടപ്പെട്ടു. പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി. ബൂത്തിൽ ലീഡ് നൽകിയാൽ സൗജന്യ വിദേശയാത്ര, വോട്ട് പിടിക്കാൻ കോഴ വാഗ്ദാനവുമായി ലീഗ് നേതാവ്. ഡൽഹിയിലെ AICC ആസ്ഥാനവും യൂത്ത് കോൺഗ്രസ് ഓഫീസും ഒഴിയാൻ കേന്ദ്രത്തിന്റെ നോട്ടീസ്. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരം. ഔദ്യോഗിക പരിപാടികളിൽ വന്ദേ മാതരം നിർബന്ധമല്ല, ഹർജി പരിഗണിക്കാതെ സുപ്രീം കോടതി. കാണാം സ്വർണ്ണച്ചേലുള്ള കാനാമ്പുഴ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശവുമായി ലീഗ് നേതാവ്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവും കായംകുളം UDF കൺവീനറുമായ A. ഇർഷാദ്. കായംകുളത്ത് വെച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു കായംകുളത്തെ NDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. കായംകുളത്ത് NDF സ്ഥാനാർത്ഥി ശാരീര അയക് കൊണ്ടും നാവുചാതുര്യം കൊണ്ടും വോട്ട് പിടിക്കുന്ന എന്നാണ് ഇർഷാദ് പറഞ്ഞത്. പൂർണ്ണ മനസ്സോടെയല്ല തീരുമാനം അംഗീകരിച്ചതോ തഴഞ്ഞതിൽ തുറന്നടിച്ചോ കെ സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്നും മാറ്റിയതിലെ അതൃപ്തി മറച്ചുവെക്കാതെ നേതൃത്വത്തിനെതിരെ വീണ്ടും തുറന്നടിച്ച് കെ സുധാകരൻ. പൂർണ്ണ മനസ്സോടെയല്ല നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചതെന്നും MPമാർക്ക് MLA സീറ്റ് നൽകേണ്ടെന്ന മാനദണ്ഡം തന്നെ ബോധ്യപ്പെടുത്തുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നും സുധാകരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന എന്നാൽ MPമാർ MLA ആയി മത്സരിക്കേണ്ട എന്നാണ് പാർട്ടി തീരുമാനിച്ചത്. അത് അംഗീകരിച്ചാണ് മാറി നിന്നത്. പൂർണ്ണ മനസ്സോടെയല്ല നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചത്. ആ തീരുമാനം നേരത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. നേതാക്കൾക്ക് വന്ന അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. MPമാർ മത്സരിക്കേണ്ടെന്ന് പ്ലാൻ ഉണ്ടാക്കിയവർ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടിയിരുന്നു, കെ സുധാകരൻ പറഞ്ഞു. UDF സെഞ്ചുറി നേടുമെന്നാണ് നേതാക്കന്മാർ പറയുന്നതെന്നും അധികാരത്തിലെത്തുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിനായി പാർട്ടിയെ വെല്ലുവിളിച്ച് സ്വന്തം നിലയിൽ നീക്കങ്ങൾ നടത്തിയ സുധാകരന്റെ തീരുമാനം നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയുടെ പേരിൽ കോൺഗ്രസിൽ ആഴ്ചകളോളമാണ് താമസമുണ്ടായത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ശക്തമായ എതിർപ്പ് തന്നെയായിരുന്നു കെ സുധാകരന് സീറ്റ് നിഷേധിക്കുന്നതിന് അവസാനം കാരണമായത്. MPമാർക്ക് സീറ്റ് നൽകേണ്ടെന്ന മാനദണ്ഡത്തിൽ ഒരാൾക്ക് മാത്രം ഇളവ് നൽകുന്നത് ശരിയല്ലെന്നും അങ്ങനെയെങ്കിൽ തനിക്കും പലതും ആലോചിക്കേണ്ടി വരുമെന്നും സതീശൻ നിലപാടെടുത്തു. തുടർന്ന് സുധാകരന് സീറ്റ് നൽകേണ്ടെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു. സ്വർണ്ണച്ചേലുള്ള കാനാമ്പുഴ. ഒഴിവു ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി കാനാമ്പുഴ മാറുന്നു. മഴക്കാലത്ത് പച്ചവിരിച്ച പാടങ്ങളായിരുന്നു കാനാമ്പുഴയുടെ ഭംഗിയെങ്കിൽ നെൽക്കതിരുകൾ വിളഞ്ഞു തുടങ്ങിയതോടെ സ്വർണ്ണ നിറത്തിലേക്ക് പുഴയും പരിസരവും മാറി. ഓരോ സീസണിലും പാടങ്ങളുടെ കാഴ്ച മാറി വരുന്നതാണ് പ്രത്യേകത. കണ്ണൂർ നഗരത്തിനടുത്ത് താഴെ ചൊവ്വയ്ക്ക് സമീപം എളയാവൂരിലാണ് പ്രകൃതിയെ ചേർത്തു നിർത്തിയുള്ള വിനോദസഞ്ചാര കേന്ദ്രം. വിശാലമായ പാടത്തിന്റെ നടുവിലൂടെ പ്രകൃതി ഭംഗി നുകർത്തുന്ന കിലോമീറ്ററോളം നടക്കാനാണ് ആളുകൾ ഇവിടെ വരുന്നത്. മാലിന്യം നിറഞ്ഞു നാശത്തിന്റെ വക്കത്തായിരുന്ന കാനാമ്പുഴയെ പുനരുജ്ജീവിപ്പിച്ച പിന്നിൽ നന്മയുടെ പ്രകൃതി സ്നേഹത്തിന്റെയും കഥയുണ്ട്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇച്ഛാശക്തിയോടുള്ള നിലപാടാണ് ഈ മണ്ണിനെയും കൊച്ചുപുഴയും ശ്രദ്ധേയമാക്കിയത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ആയ ശേഷമാണ് 2017 പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു പദ്ധതി ആദ്യമായിരുന്നു. നാട്ടുകാരുടെയും ജനങ്ങളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് ബൃഹത്തായ പദ്ധതി നടപ്പാക്കിയത്. പുഴയാത്ര, മെഗാ ശുചീകരണം, കൃഷി വീണ്ടെടുക്കൽ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചാണ് പുഴയോരം മാറ്റിയെടുത്തത്. പാടത്തിന് നടുവിലൂടെ കിലോമീറ്ററുകൾ നീളത്തിൽ നടപ്പാത ഉണ്ടാക്കി.
LDF സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രചരണഗാനത്തിനെതിരെ പരാതി നൽകി. പയ്യന്നൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TA മധുസൂദനെ അപകീർത്തിപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് ഗാനം പ്രചരിപ്പിച്ച UDF സ്ഥാനാർത്ഥിക്കെതിരെ LDF പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. UDF സ്ഥാനാർത്ഥി V. കുഞ്ഞികൃഷ്ണനും വേണ്ടിയാണ് തയ്യാറാക്കിയ പ്രചരണ ഗാനം LDF സ്ഥാനാർത്ഥിയെ പേരെടുത്ത് വ്യക്തിപരമായി അവഹേളിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണ്. പ്രചരണഗാനം സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രചരിപ്പിക്കുകയും വോട്ടർമാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു വരികയാണ്. ഇത് അവസാനിപ്പിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നും UDF സ്ഥാനാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അഡ്വക്കേറ്റ് P. സന്തോഷ് ആവശ്യപ്പെട്ടു. ഔദ്യോഗിക പരിപാടികളിലും സ്കൂളുകളിലും ദേശീയഗാനമായ വന്ദേ മാതരം ആലപിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ സർക്കുലറിനെതിരായ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. നിർദ്ദേശം മാത്രമാണ് സർക്കുലറിലുള്ളതെന്നും നിർബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. ദേശീയഗാനം ആലപിച്ചില്ലെങ്കിൽ ശിക്ഷാ നടപടികളൊന്നും കേന്ദ്രത്തിന്റെ സർക്കുലർ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസുമാരായ ജോയ് മാലിയ ബാഗ്ചി, വിപുൽ M. പാഞ്ചാലി എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ ശുപാർശ ചെയ്യുന്ന ഘട്ടത്തിൽ ഇടപെടാമെന്ന് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഹർജിക്കാരനായ മുഹമ്മദ് സയ്യിദ് നൂറിയോട് ബെഞ്ച് പറഞ്ഞു. വന്ദേ മാതരത്തിലെ മുഴുവൻ വരികളും ആലപിക്കുന്നതിനായി ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രോട്ടോകോളിനെയാണ് നൂരി ചോദ്യം ചെയ്തത്. ബീഹാറിലെ ആരോഗ്യ മേഖലയുടെ ഞെട്ടിക്കുന്ന അവസ്ഥ വിവരിച്ച് ആരോഗ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഡോക്ടർ ഷിംന അസീസ്. ട്രിപ്പിട്ട് കിടക്കാൻ പോലുമുള്ള സൗകര്യമുള്ള സർക്കാർ ആശുപത്രികളോ യോഗ്യതയുള്ള ഡോക്ടർമാരോ ഇല്ലാത്തത് ബീഹാറിന്റെ ദുരവസ്ഥയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഷിംന സോഷ്യൽ മീഡിയയിൽ കുറിപ്പിൽ പങ്കുവെക്കുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗം ഏറ്റവും മോശമായ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ചിത്രീകരിക്കുമ്പോൾ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളെ അവസ്ഥ എത്രമാത്രം ദയനീയമാണെന്ന് ഷിംനയുടെ പോസ്റ്റിൽ പലരും പ്രതികരിക്കുന്നുണ്ട്. ബീഹാറിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ OP നോക്കാൻ ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും MBBS ഡോക്ടർമാരില്ല. ആയുഷ് ഡോക്ടർമാരോ ശാരീരിക രോഗങ്ങൾ ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്ത ഡെന്റിസ്റ്റോ ആണ് മെഡിക്കൽ OP നോക്കുന്നതെന്ന് ഷിംന പറയുന്നു. ഗർഭപാത്രവും സെർവിക്സും ഒന്നല്ലേ എന്ന് ചോദിച്ച ബീഹാറിലെ ഒരു ഡോക്ടറെ കുറിച്ച് അനുഭവം ഷിംന പങ്കുവെക്കുന്നുണ്ട്. പ്രസവത്തിന്റെ പേരിൽ പോലും സാധാരണക്കാരിൽ നിന്നും വൻതുക നഴ്സും ആശാ വർക്കർമാരും പിടിച്ചെടുക്കുന്നത് ബീഹാറിൽ പതിവാണ്. ആണിന്റെ ഗർഭപാത്രം എടുത്തു കളഞ്ഞ ഡോക്ടർ പോലും നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കണ്ണിൽ ചോരയില്ലാതെയാണ് ഫീസ് വാങ്ങുന്നത്. ചോദ്യം ചെയ്യാൻ പോലും ആകാത്ത സ്ഥിതി. അതിനിടെ വ്യാജ ഡോക്ടർമാരും യഥേഷ്ടം വിഹരിക്കുന്ന നാടാണ് ബീഹാർ. കേരളത്തിലെ സർക്കാർ ആശുപത്രിയെ കുറിച്ചുള്ള വാർത്തകളും വിമർശനങ്ങളും ബഹളങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറവുകളില്ലേ ഉള്ളൂ, ഇല്ലായ്മകളില്ലല്ലോ എന്ന് താൻ ചിന്തിക്കാറുണ്ടോ എന്നും ഷിംന പറയുന്നു. UDFന്റെ ജീർണ രാഷ്ട്രീയം തുറന്നുകാട്ടപ്പെട്ടു. പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവും കായംകുളം UDF കൺവീനറുമായ ഇർഷാദ് നടത്തിയ സ്ത്രീവിരുദ്ധവും അപമാനകരവുമായ പരാമർശങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുപ്രവർത്തകനായതിനാൽ ഒരു വനിതയെ ഹീനമായ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയാണ്. പ്രതിഭ നടത്തിയ വികസന പ്രവർത്തനങ്ങളെയും ജനകീയ ഇടപെടലുകളെയും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതിനാലാണ് ഇത്തരത്തിലുള്ള വ്യക്തിഹത്യക്ക് വലതുപക്ഷം നീങ്ങുന്നത്. അവർക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും ഇത്തരം സ്ത്രീവിരുദ്ധ രീതികളോട് സ്വീകരിക്കുന്ന നേർവിപരീത സമീപനം അവരുടെ കാപട്യമാണ് തുറന്നുകാട്ടുന്നത്. ഇത് ഒരാളെ മാത്രം ലക്ഷ്യമിട്ട ആക്രമണമല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളോടുമുള്ള അധിക്ഷേപമാണ്. സ്ത്രീകളെ വ്യക്തിത്വമുള്ള മനുഷ്യരായി കാണാതെ അവരെ അവഹേളിക്കുന്ന UDFന്റെ ജീർണമായ രാഷ്ട്രീയ മനോഭാവമാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാതെ സ്ത്രീകളെ അപമാനിച്ച് വോട്ട് നേടാമെന്നത് UDFന്റെ തെറ്റിദ്ധാരണയാണ്. സ്ത്രീകളുടെ അഭിമാനവും അവകാശങ്ങളും കാത്തുസൂക്ഷിക്കുന്ന ഇടതുപക്ഷ നിലപാടിനൊപ്പം കേരളം എപ്പോഴും നിലകൊണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബൂത്തിൽ ലീഡ് നൽകിയാൽ സൗജന്യ വിദേശയാത്ര. വോട്ട് പിടിക്കാൻ കോഴ വാഗ്ദാനവുമായി ലീഗ് നേതാവ് തവനൂരിൽ. സമഗ്ര മേഖലയിലും നടത്തിയ വികസനത്തിന്റെ തുടർച്ചയ്ക്കായ KT ജലീൽ വീണ്ടും മത്സരിക്കുമ്പോൾ UDFന് വോട്ട് പിടിക്കാൻ കോഴ വാഗ്ദാനവുമായി മുസ്ലിം ലീഗ് നേതാവ്. തവനൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് തെരഞ്ഞെടുപ്പ് ചടങ്ങിൽ കാറ്റിൽ പറത്തിയിട്ടുള്ള പ്രഖ്യാപനം.
UDF സ്ഥാനാർത്ഥി VS ജോയിക്ക് ലീഡ് നേടിത്തരുന്ന UDF മണ്ഡല കമ്മിറ്റിക്കും ബൂത്ത് കമ്മിറ്റിക്കും വിദേശയാത്ര ഓഫറാണ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ നൽകിയത്. 15 ദിവസത്തെ ഗൾഫ് യാത്രയാണ് വാഗ്ദാനം. 15 വർഷമായി KT ജലീൽ ജയിച്ചു വരുന്ന മണ്ഡലത്തിലെ തോൽവി ഉറപ്പായതോടെയാണ് പുതിയ പ്രഖ്യാപനവുമായി ലീഗ് നേതാവ് രംഗത്തെത്തിയത്. 2006-ൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുറ്റിപ്പുറത്ത് മത്സരിച്ച PK കുഞ്ഞാലിക്കുട്ടിയെ തറപറ്റിച്ചാണ് KT ജലീൽ ചരിത്രത്തിലിടം നേടിയത്. തുടർന്ന് 2011-ലും 2016-ലും 2021-ലും തവനൂരിൽ LDFന്റെ സ്വതന്ത്രനായി ജയിച്ചു. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി തിളങ്ങി. ഡൽഹിയിലെ AICC ആസ്ഥാനവും യൂത്ത് കോൺഗ്രസ് ഓഫീസും ഒഴിയാൻ കേന്ദ്രത്തിന്റെ നോട്ടീസ്. ഡൽഹിയിലെ AICC ആസ്ഥാനവും യൂത്ത് കോൺഗ്രസ് ഓഫീസും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ ഒഴിയാൻ കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകി. 24 അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനവും റെയ്സ്ന റോഡിലെ യൂത്ത് കോൺഗ്രസ് ഓഫീസും മാർച്ച് 28-നകം ഒഴിയണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. കഴിഞ്ഞ 48 വർഷമായി AICCയുടെ ആസ്ഥാനവുമായി പ്രവർത്തിക്കുന്നത് അക്ബർ റോഡിലെ ഈ കെട്ടിടമാണ്. കഴിഞ്ഞ വർഷം കോട്ട്സാമഗ്ലിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാ ഭവൻ ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിലും പ്രവർത്തനം പൂർണ്ണമായും അവിടേക്ക് മാറ്റിയിരുന്നില്ല. ഇതിനിടെയാണ് സ്ഥലം ഒഴിയാനായി കേന്ദ്രം നോട്ടീസ് നൽകിയത്. ദേശീയ പാർട്ടികൾക്ക് ആസ്ഥാന മന്ദിരങ്ങൾ പണിയാൻ കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിച്ചിരുന്നു. മറ്റ് പല പാർട്ടികളും പുതിയ കെട്ടിടം നിർമ്മിച്ചു പ്രവർത്തനം അവിടേക്ക് പൂർണ്ണമായും മാറ്റിയെങ്കിലും കോൺഗ്രസ് പഴയ കെട്ടിടത്തിൽ തന്നെ തുടരുകയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. പ്രതിപക്ഷ പാർട്ടികളെ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കമാണിതെന്നും വിഷയത്തിൽ പരിഹാരം തേടി ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നതെന്നും കോൺഗ്രസ് അറിയിച്ചു. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ നില തൃപ്തികരം. ചൊവ്വാഴ്ച രാത്രി 10:30-യോടെയാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആമാശയത്തിലും മൂത്രനാളത്തിലും ഉണ്ടായ അണുബാധയെ തുടർന്നാണ് ചികിത്സ തേടിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സോണിയാഗാന്ധി നിരീക്ഷണത്തിൽ തുടരുകയാണെന്നും ആശുപത്രി ചെയർമാൻ ഡോക്ടർ അജയ് സ്വരൂപ് വ്യക്തമാക്കി. പ്രത്യേക മെഡിക്കൽ സംഘം അവരുടെ ആരോഗ്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അണുബാധയുടെ വ്യാപ്തി പരിശോധിക്കുന്നതിനായി കൂടുതൽ വൈദ്യ പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. നേരത്തെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനുവരിയിലും സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ നൽകി വരികയാണെന്നും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.